الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി അവൻ്റെ അടിമകളോട് അവൻ കൽപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അർത്ഥം ചിന്തിക്കാതെ, ഹൃദയ സാന്നിധ്യമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ വിമർശനത്തിൻ്റെ രൂപത്തിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ അവർ പാരായണം ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ അർത്ഥം ആലോചിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുന്നുമില്ലേ? അതല്ല, അതിന് അവരെ സാധിക്കാത്ത നിലക്ക് അവരുടെ ഹൃദയങ്ങളിൽ വല്ല മൂടിയും വന്ന് അടഞ്ഞു കിടക്കുകയാണോ? ഈ ഖുർആൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ലേ എന്നാണ് അല്ലാമ നാസിറു സാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ഖുർആന് അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, ഖുർആനെ അർഹിക്കുന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അവരുടെ ഹൃദയങ്ങൾക്ക് വല്ല മൂടിയും വന്ന് കടക്കുകയാണോ? അവർ ശരിക്കതിനെ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾ ശരിക്കും മനസ്സിരുത്തി അവർ പാരായണം ചെയ്യുകയും ചെയ്യുന്ന പക്ഷം അവരെ നല്ല കാര്യങ്ങളുടെ മേൽ പ്രേരിപ്പിക്കാനും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവരെ വിരോധിക്കാനും അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ കൊണ്ട് നിറയാനുമൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഈ ഖുർആൻ ശരിക്കും മനസ്സിലേക്ക് കടന്നു ചെന്ന് അത് കാരണം ജീവിതത്തിൽ പുലർത്തിപ്പോന്നിരുന്ന തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പിന്മാറി നല്ല ജീവിതം നയിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചരിത്രമാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിയറു അയലാമിൻ നുബലാഇ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഒരു സംഭവം. ഫുളൈൽ ഇബ്നു ഇയാദ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം ഒരു കൊള്ള സംഘത്തിൻ്റെ തലവനായിരുന്നു. തുടക്കത്തിൽ ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇറാഖിൻ്റെ ആ ഭാഗത്തുള്ള ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് അബിയൂദ് സർഖസി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൊള്ള സംഘത്തിൻ്റെ, യാത്ര ചെയ്യുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി സമയത്ത് ഒരു വീട്ടിലേക്ക് അദ്ദേഹം കവർച്ചയ്ക്ക് വേണ്ടിയോ മറ്റോ തെറ്റായ ഒരു കാര്യമെന്തോ ചെയ്യാൻ ആ വീട്ടിലുള്ള സ്ത്രീയുമായുള്ളൊരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ അങ്ങോട്ട് രാത്രി കടന്നു ചെല്ലുന്ന സമയത്ത് രാത്രി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആനിൽപ്പെട്ട ഒരു ആയത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കാനിടയായി എന്നുള്ളതാണ്. ആ ആയത്ത് പറയുന്നത് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് കേട്ട് അത് ചിന്തിച്ച് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അവരുടെ ഹൃദയങ്ങൾ മയപ്പെടാൻ ഇപ്പോഴും സമയമായില്ലേ എന്ന്. അതിൻ്റെ അർത്ഥം അതാണ്. ഖുർആൻ കേട്ടിട്ട് അവരുടെ ഹൃദയ രോഗങ്ങളിൽ നിന്ന് മാറി ഹൃദയത്തിൻ്റെ പാരുഷ്യത ഒഴിവായി അത് കേട്ട് അള്ളാഹുവിൻ്റെ ദീനും അവനനുസരിക്കാനും അവരുടെ ഹൃദയങ്ങൾ പാകപ്പെടാൻ ഇപ്പോഴും സമയമായില്ലേ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മദീനയിലേക്ക് സഹാബികൾ ചെന്നതിൻ്റെ ശേഷം മക്ക കൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ കുറച്ച് സമാധാനവും സുഭിക്ഷതയും ചെറിയ നിലക്ക് അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത്. ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത്, സഹാബത്തിന് ചില തമാശകളും ചില ചെറികളുമൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടി എന്നുള്ളത്. ചില സമയത്ത് അവർ കൂടിയിരിക്കുമ്പോൾ ചില തമാശകൾ, ചില ചെറികളൊക്കെ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ ഒരു ആക്ഷേപരൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ഇറക്കുന്നത് എന്നുള്ളത്. ഖുർആൻ ചിന്തിക്കാനും മുറ്റാലോചിക്കാനും അതിൽ പറഞ്ഞ ഗൗരവതരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ മനസ്സ് പാകപ്പെടാനും ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അള്ളാഹു അവരെ സൃഷ്ടിച്ചത്, അവരോട് താല്പര്യപ്പെടുന്നത്, അതിനനുസരിച്ച് ജീവിച്ചു പോകാൻ അവർക്കിപ്പോഴും കഴിഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു ആക്ഷേപകരമായ രീതിയിലാണ് ആയത്തിൻ്റെ ആരംഭം. കഴിഞ്ഞുപോയ സമുദായങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോവുകയും അത് പഠനവിധേയമാക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ മനസ്സ് കടുത്തു പോവുകയും അങ്ങനെ അവർ തമ്മാടികളായി മാറുകയും ചെയ്തു. ആ ഒരവസ്ഥയിലേക്കാണോ നിങ്ങളുടെയും പോക്ക് എന്നുള്ള ഒരു ആക്ഷേപം ഇതിൽ കൂടെ അള്ളാഹു സഹാബത്തിനോട് നടത്തിയെന്നുള്ളത്. അങ്ങനെ മഹാനായ ആ മനുഷ്യ ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം രാത്രി സമയത്ത് ഖിയാമുൽ ലൈൽ രാത്രി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് കേട്ടു എന്നുള്ളത്. അത് കേട്ട സമയത്ത് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ആശയങ്ങൾ തട്ടി. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ബല യാ റബ്ബ്, അതേ അള്ളാഹുവേ, എനിക്ക് നിന്നിലേക്ക് തിരിച്ചു വരാൻ, പശ്ചാത്തപിക്കാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു. ബല യാ റബ്ബ് ഖദ് ആന
ഫറജ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ആ തെറ്റിൽ നിന്ന് അദ്ദേഹം അതുവരെ ചെയ്തിരുന്ന ആ വൃത്തികേട്, തെറ്റിൽ നിന്ന് കൊള്ളസംഘത്തിൻ്റെ തലവനായി വൃത്തികേട് ചെയ്യുന്ന അക്രമത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയാണ്. അങ്ങനെ രാത്രി സമയത്ത് അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളോട് കൂടി പറയാതെ അദ്ദേഹം ആ പ്രദേശത്ത് നിന്ന് പോയി. അങ്ങനെ അദ്ദേഹം പോയി ഒരു ഒഴിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ഒരു യാത്രാ സംഘമുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന ചർച്ച അദ്ദേഹത്തിന് കേൾക്കാനിടയായി. അവർ പറയുന്നത്, ഒരാൾ പറയാണ്, കഴിയുന്നതും വേഗത്തിൽ നമ്മളിപ്പോൾ യാത്ര പോകുക, രാത്രി തന്നെ വിശ്രമിക്കാൻ നിൽക്കേണ്ട, എന്നാലും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമെന്ന്. അപ്പം മറ്റൊരാൾ പറയാണ്, ഈ സമയത്ത് ഒരിക്കലും നമ്മൾ പോകരുത് രാത്രി. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അബിയൂദിലെത്തിയാൽ അവിടെ ഫുളയിലും അവൻ്റെ സംഘവും കൊള്ളക്കാരുണ്ടാകും. അവർ നമ്മൾ ആക്രമിക്കും, നമ്മുടെ സമ്പത്ത് പിടികൂടും, നമ്മളെ പ്രയാസപ്പെടുത്തും എന്ന് പറയാം. ഈ രംഗം അദ്ദേഹം അവിടുന്ന് കേട്ടപ്പോൾ ഫഫക്കർത്തു, അദ്ദേഹം പറയും, ഞാൻ ചിന്തിച്ചു പോയി. വഖുൽതു, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അന അസ്അ ബില്ലൈലി ഫിൽ മആസി, രാത്രി സമയത്ത് ഈ തെറ്റുകളും പാപങ്ങളും മുസ്ലിമീങ്ങളെ ആക്രമിച്ച് ഉപദ്രവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വഖൗമും മിനൽ മുസ്ലിമീന ഹാഹുനാ യഖാഫൂനി, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു യാത്രാ സംഘം എന്നെ ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ പോകണോ പോകണ്ടേ, ഇപ്പം നമ്മളിവിടെ താമസിക്കണോ മുന്നോട്ട് പോകണോ എന്ന് പേടിച്ചുകൊണ്ട് നിൽക്കുന്നു. വമാ അറല്ലാഹ സാഖനി ഇലൈഹിം ഇല്ലാ ലിഅർതദി, ഈ സമയത്ത് അള്ളാഹു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇവർ പറയുന്ന ഈ സംഭാഷണം ഞാൻ കേൾക്കാൻ ഇടയായതും ഞാൻ എൻ്റെ തെറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ്, അള്ളാഹു എന്നെ തിരുത്താൻ വേണ്ടിയാണ്. അല്ലാഹുമ്മ ഇന്നി ഖദ് തുബ്തു ഇലൈക്, അള്ളാഹുവെ ഞാൻ എന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. വജഅൽതു തൗബതി മുജാവറത്തൽ ബൈത്തുൽ ഹറാം, ഞാൻ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു എന്നുള്ളതിന് തെളിവായ എന്നോണം ഈ നാട്ടിൽ നിന്ന് ഞാൻ പോയി നിന്റെ പവിത്രമായ കാബ ഷരീഫിൻ്റെ അടുത്ത് എൻ്റെ ജീവിതകാലം മുഴുവനും കഴിച്ചുകൂട്ടും. അവിടെ വച്ച് മഹാന്മാരായ അവിടെ പരിസരത്തുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നേടുകയും അവിടെ വെച്ച് എനിക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്ത് എൻ്റെ ജീവിതം ഇനി ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മക്കയിലേക്ക് പോയി എന്ന്. മക്കയിലേക്ക് പോയതിൻ്റെ ശേഷം അദ്ദേഹം അവിടെയുള്ള ഉലമാക്കളുടെ സദസ്സുകളിൽ വെച്ച് ഇൽമു തേടി, അള്ളാഹുവിനെ ആരാധിച്ചു. അങ്ങനെ പിന്നീട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ എന്ന് പറയുന്ന ബഹുമാന ആദരവിൽ അദ്ദേഹം എത്തിപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തി ഇൽമു തേടിയതിൻ്റെ ശേഷം മഹാന്മാരായ സലഫുകളായ പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. അബ്ദുല്ലാഹ് ബിൻ മുബാറക്, യഹ്യ ബിനുൽ ഖത്താൻ, അബ്ദുറഹ്മാൻ ബിൻ മഹദി, അബ്ദുർ റസാഖ് സൻആനി പോലത്തെ ഹദീസിൻ്റെ പ്രമുഖരായ പ്രശസ്തരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്നു. ഈ പറയുന്ന സംഭവം നമുക്ക് നൽകുന്ന പാഠം, പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്ന് മാത്രമല്ല, അതിൻ്റെ അർത്ഥം പഠിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. ഇതുപോലത്തെ അവസരങ്ങളും സമയങ്ങളും അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതുമാണ്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ നമുക്ക് പലർക്കും അറിയാം, ഒരുപാട് സമയം നമ്മുടെ ദുന്യവിയായ ചുറ്റുപാടുകളിലോ അത്യാവശ്യങ്ങളോ അല്ലാതെ നമുക്ക് പാഴാകുന്നതുണ്ട്. ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒരാൾ ഖുർആനിൻ്റെ അർത്ഥം വന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് നൽകിയ ഈ ഉപകരണങ്ങളും അതിലുള്ള സംവിധാനങ്ങളും വെച്ച് ശ്രമിച്ചാൽ അതുകൊണ്ട് ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. ഖുർആനിൻ്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല പല സംഭവങ്ങളും ആവർത്തിച്ചുകൊണ്ട് പല രൂപത്തിൽ പല വാക്കുകളിൽ കൂടെ അതിൽ വിവരിക്കുന്നത് കാണാം. ചരിത്രങ്ങളാണെങ്കിൽ, കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ നരകത്തിനെ കുറിച്ചാണെങ്കിൽ, സ്വർഗത്തിനെ കുറിച്ചാണെങ്കിൽ, അതിലുള്ള വിഭവങ്ങളെക്കുറിച്ചാണെങ്കിൽ ആവർത്തിച്ചുകൊണ്ടേ വരും, പല രൂപത്തിൽ കൂടെ പല വാക്കുകളിൽ കൂടെ. അങ്ങനെ അതൊരാൾ പാരായണം ചെയ്ത് ശരിക്കും അതിൻ്റെ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ്റെ ഹൃദയം അത് മയപ്പെട്ടു വരും. ഹൃദയത്തിൻ്റെ പാരുഷ്യത, അതിൻ്റെ കാഠിന്യം അത് മാറിക്കിട്ടും. അങ്ങനെ പിന്നീട് അതിൽപ്പെട്ട ആശയങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ രോമങ്ങൾ എടുത്തുപിടിക്കും. അവൻ്റെ ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പാകപ്പെടുന്ന നിലക്ക് അവന് വിധേയപ്പെട്ട് കിട്ടുകയും ചെയ്യും. ഹൃദയം അത് നന്നായി കിട്ടിയാൽ അതനുസരിച്ച് അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ഇടപാടുകളും അവൻ്റെ പെരുമാറ്റങ്ങളും അത് നന്നായി കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരമായി നൽകിയ പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളും ഈ ആയത്തുകളും നമുക്ക് നൽകുന്ന വിവരം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം അത് മുഖവിലക്കെടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പ്രത്യേകിച്ച് ഈ പറയുന്ന വിലപ്പെട്ട ദിവസങ്ങളിലും സമയങ്ങളിലും നാം നിർവഹിക്കേണ്ടത്, ചെയ്യേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.